അന്ത്യനാൾ അടുത്തെത്തിയിട്ടുണ്ടെന്നും അത്തരമൊരവസ്ഥയിൽ എന്തു വേണമെന്ന് നബിയോട് ചോദിച്ചപ്പോൾ അലൈക ബി നഫ്സിക്, നിന്റെ നഫ്സിന്റെ കാര്യം നോക്കണം എന്ന് നബി പറഞ്ഞുവെന്നും അതുകൊണ്ട് അവസാന കാലത്ത് ത്വരീഖത്ത് അനിവാര്യമാണെന്നും ഒരു ത്വരീഖത്ത് ജൽസയുടെ വീഡിയോയിൽ കണ്ടു. ഇത് ശരിയാണോ? ഓരോരുത്തർക്കും ഒരു ത്വരീഖത്തും ഷെയ്ഖും ഉണ്ടാകൽ അനിവാര്യമാണോ? ഈ വിഷയം സംബന്ധിച്ച് ഈ അലൈക ബി നഫ്സിക എന്ന വിഷയമല്ല, ഷെയ്ഖും ത്വരീഖത്തും ആവശ്യമാണോ എന്ന് സംബന്ധിച്ച് വിശദമായിട്ടുള്ള ഒരു വിഷയാവതരണം തന്നെ ത്വരീഖത്ത് സംബന്ധിച്ച് നമ്മളുടേതുണ്ടല്ലോ. അത് നമ്മൾ യൂട്യൂബിൽ ഇതിലൊക്കെ നോക്കിയാൽ കിട്ടുമല്ലേക്കാരം. അപ്പം അതിന് നോക്കിയാൽ മനസ്സിലാവുക, ജനങ്ങൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ട, ഹലാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ട ശരീഅത്തുമായാണ് അമ്പിയാക്കന്മാർ അലൈഹിമുസ്സലാത്തു വസ്സലാമിനെ, മുർസലീങ്ങളെ അള്ളാഹു തആല അയക്കുന്നത്. നമ്മളെ നബി അയക്കുന്നതും ആ ശരീഅത്തുമായാണ്. ആ ശരീഅത്തിന്റെ അന്തർരഹസ്യങ്ങൾ എന്ന് പറയുന്ന ഒന്നുണ്ട്. അതെല്ലാവർക്കും അറിയൽ നിർബന്ധമില്ല, അറിയണമെന്നുമില്ല. അന്തർരഹസ്യങ്ങൾ അത് അറിയേണ്ടതിലേക്കുള്ള മനസ്സിനെ ശുദ്ധീകരിക്കുന്ന മാർഗത്തിനാണ് ത്വരീഖത്ത് എന്ന് പറയാം. ഇത് ആദ്യം പഠിക്കണം. ശരീഅത്താണ് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി, നരകമോചനത്തിന് വേണ്ടി, സ്വർഗപ്രവേശനത്തിന് വേണ്ടി, പരലോക രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചേക്കിയിട്ടുള്ളത്. അത് അള്ളാന്റെ നിയമങ്ങൾ. ആ അള്ളാന്റെ നിയമങ്ങൾക്കൊക്കെ ശരിക്കുള്ള അന്തർരഹസ്യങ്ങൾ കാണും. അതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. മൂസാ നബി അലൈഹിസ്സലാമും ഖിദ്ർ നബി അലൈഹിസ്സലാമും കൂടി മൂസാ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു നിർദ്ദേശിച്ചനുസരിച്ച് നടത്തിയ ഒരു യാത്രയുണ്ടല്ലോ, അൽ കഹ്ഫ് സൂറത്തിന്റെ അവസാനത്തിൽ പറയുന്നത്. മനസ്സിലായോ? ആ പറയുന്ന യാത്രയിൽ 3 സംഭവങ്ങളുണ്ട്. ഈ 3 സംഭവങ്ങളിൽ ഒന്നെന്താണ്? അദ്ദേഹവും മൂസാ നബിയും കൂടി യാത്ര ചെയ്യുമ്പോൾ ഒരു തോണിക്കാര്, കപ്പലുകാര് അവരെ കയറ്റി. ആ തോണിയിൽ കയറിയിട്ട് ഉദ്ദേശിച്ച ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാൻ വേണ്ടി കയറ്റിയ കപ്പല് മൂപ്പര് ഇരുന്നിട്ട് പൊളിക്കുകയാണ്. ആര്? ഖിദ്ർ നബി അലൈഹിസ്സലാം പൊളിക്കുകയാണ്. അങ്ങനെ പൊളിക്കുന്ന നേരത്ത് നല്ലൊരു കൂട്ടര് പൈസ കൂടി വാങ്ങാതെ നമ്മളെ കയറ്റിയിട്ട് ഈ കപ്പലുകൾ എന്തിനാ പൊളിക്കണമെന്ന് ചോദിക്കുകയാണ് മൂസാ നബി അലൈഹിസ്സലാം. അപ്പൊ മൂസാ നബിനോട് ആദ്യം തന്നെ ഖിദ്ർ നബി അലൈഹിസ്സലാം പറഞ്ഞിരുന്നു, നിങ്ങളെ ഇൽമല്ല എൻ്റെ ഇൽമ, എൻ്റെ ഇൽമ വേറൊരു ഇൽമാണ്. അപ്പൊ ആ ഇൽമ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ ചോദ്യം ചെയ്യരുത്, അതിനെ എതിർക്കരുത് എന്ന് മൂപ്പർ പറഞ്ഞിരുന്നു. ഈ എതിർപ്പ് ആ പറഞ്ഞ വ്യവസ്ഥക്ക് എതിരായല്ലോ, അത് പറ്റില്ല എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. അലം മഖുൽ ഇന്ന അതാ കാല അലം മഖുല്ലക ഇന്നക ലൻ തസ്തതിയ മഅയ സബ്റ, എൻ്റെ കൂടെ നിങ്ങൾക്ക് പൊറുക്കാൻ കഴിയില്ല, ക്ഷമിക്കാൻ കഴിയില്ല എന്ന് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമോട് ഖിദ്ർ നബി പറഞ്ഞു. അലം മഖുല്ലക, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ ക്ഷമിക്കാൻ കഴിയില്ല എന്ന്. രണ്ടാമത് മൂപ്പര് യാത്ര തുറന്നു. ആയിക്കോട്ടെ, എൻ്റെ അടുത്ത് പേച്ചു പോയതാണ്, ഞാൻ മറന്നുപോയത് കണ്ട് ഒന്ന് ശിക്ഷിക്കരുത് എന്ന് മൂസാ നബി പറഞ്ഞു. പിന്നീട് അദ്ദേഹം പോയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ നിന്ന് നല്ല ചൊറുക്കുള്ളൊരു കുട്ടീനെ പിടിച്ചിട്ട് കഴുത്ത് ഞെരിച്ചിട്ടാണ് കൊല്ലുകയാണ്. ഇത് ഖിദ്ർ നബി അലൈഹിസ്സലാം ചെയ്യലാണ്. യാതൊരു പാപവും ചെയ്യാത്ത നിരപരാധനായ ഒരു കുട്ടിനെ നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ കൊല്ലുന്നത്? ഇങ്ങനെ കൊല്ലാൻ പാടുണ്ടോ നിരപരാധനായ ഒരു കുട്ടിനെ എന്ന് മൂസാ നബി ചോദിച്ചു. മൂസാ നബിന്റെ ശരീഅത്തിൽ അത് പാടില്ല. കൊലക്കുറ്റം കുറ്റം തന്നെയാണ്. നമ്മുടെ ശരീഅത്തിന്റെ മാതിരി യുദ്ധമുണ്ടെങ്കിൽ, നമ്മുടെ ശരീഅത്തിന്റെ മാതിരി കൊലക്കുറ്റമുണ്ടെങ്കിൽ, നമ്മുടെ ശരീഅത്തിന്റെ മാതിരി മോഷണക്കുറ്റമുണ്ട്. ഇതൊക്കെ ഉള്ള ശരീഅത്താ മൂസാ നബിന്റെ ശരീഅത്ത്. അപ്പൊ മൂസാ നബിന്റെ ശരീഅത്തനുസരിച്ച് മൂപ്പർ ചോദ്യം ചെയ്ത് ഊക്കിട്ടാണ് കൊന്നത്. മൂപ്പര് പറഞ്ഞ് കുറച്ചും കൂടി ശക്തിയിൽ, അതാണ് നമ്മുടെ ജുസുവിന്റെ തർക്കം പറയുന്നത്. ഞാൻ നിങ്ങളോടല്ലേ പറഞ്ഞത് ഇന്നക ലൻ തസ്തതിയ മഅയ സബ്റ, നിങ്ങൾക്ക് എൻ്റെ കൂടെ ക്ഷമിക്കാൻ കഴിയില്ല എന്ന് നിങ്ങളോട് പറഞ്ഞതല്ലേ കൃത്യമായി. പിന്നെ എന്താ ചോദിക്കണേ? അപ്പൊ മൂപ്പര് പറഞ്ഞു, ഇഞ്ഞ് ചോദിച്ചാൽ നടപടിത്തോളി, ഇപ്പൊ ക്ഷമിക്കണോന്ന് പറഞ്ഞു. പിന്നെ മൂപ്പർ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഒരു നാടിലൂടെ കടന്നു പോയപ്പോ, ഒരു വലിയ നഗരമാണത്, ആ നഗരത്തിലൂടെ കടന്നു പോയപ്പോ അവരോട് ഭക്ഷണം ചോദിച്ചു. ഹോട്ടലൊന്നുള്ള കാലമല്ലല്ലോ, അന്നൊന്നും ഹോട്ടലും ഇല്ല. മാന്യന്മാരെവിടെയെങ്കിലും വീട്ടിൽ പോകുക, ആ വീട്ടുകാർ ക്ഷണിക്കുക, അവർ വിരുന്ന് കൊടുക്കുക, ഇവരെടുത്ത് വല്ല പൈസയും കറ്റുമൊക്കെ ഹതിയായിട്ട് അങ്ങോട്ട് കൊടുക്കുക. ഇതാണ് പണ്ടത്തെ കാലം. ഹോട്ടലൊക്കെ പിന്നീട് ഈ ഭക്ഷണം വിൽക്കലൊക്കെ പിന്നെ തുടങ്ങിയതാണ്. ഹോട്ടല്, ചായമക്കാൻ്റെതൊക്കെ. അക്കാലത്ത് ഇതൊന്നുമില്ല. അപ്പൊ ആ നിലക്ക് ഭക്ഷണം ചോദിച്ചപ്പോ ഇവര് കൊടുത്തില്ല. അങ്ങനത്തെ ഒരു നാട്ടിൽ കൂടെ പോകുമ്പോ അവിടുത്തെ ഒരു മതിൽ ഒളിഞ്ഞിറക്കണ്ടപ്പോ മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ ബഹുമാനപ്പെട്ട് ഇവരിരുന്നിട്ട് ഈ മതിൽ വൃത്തിയാക്കുക, നേരെയാക്കുക, അപ്പൊ അടുത്തുങ്ങാണ്ട് ശരിയാക്കി കൊണ്ടുവരാണ്. ഈ തിന്നാൻ തരാത്ത ആൾക്കാരുടെ മതിൽ നിങ്ങൾ നന്നാക്കണം എന്തിനാന്നായി മൂസാ നബി അലൈഹി സ്വലാം സഹിക്കാഞ്ഞിട്ട്.
കാരണം ഇത്തരം വൃത്തികെട്ട അതമില്ലാത്ത സംസ്കാര മര്യാദ പുലർത്താത്ത ഈ കൂട്ടക്കാരെ എന്തിനാണ് ഇങ്ങനെ ചെയ്യേണ്ടത്? ഓരോട് വിലയെങ്കിലും പറഞ്ഞിട്ട് ഭക്ഷണമെങ്കിലും പറഞ്ഞ് വാങ്ങണ്ടേന്നാ മൂസാ നബിയുടെ സ്വരം. ബഹുമാനപ്പെട്ട സദർ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഹാദാ ഫിറാഖു ബൈനി വ ബൈനിക്, ഇനി നമുക്ക് പിരിയാം. പക്ഷേ ഞാൻ ഈ 3 കാര്യം ചെയ്തത് ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാം അതിന്റെ രഹസ്യം എന്ന്. ഇപ്പൊ ചെയ്ത കാര്യത്തിന്റെ രഹസ്യം മൂപ്പര് വിവരിച്ചപ്പോ മൂസാ നബി അലൈഹി സ്വലാമിന് ഒന്നും പറയാല്ല. ശരീഅത്തിൽ പറഞ്ഞു ഇനി അത് എന്താണിത്? അന്തർരഹസ്യമാണ്. മൂപ്പര് പറഞ്ഞ്, ഞാൻ ആ കപ്പല് പൊളിച്ചത് എന്തിനാന്നറിയോ? കപ്പൽ പൊളിച്ചിട്ട് വെള്ളം കടന്നിട്ട് ആ കപ്പല് കരക്കടുപ്പിക്കണം. അത് യാത്ര തുടർന്നാൽ ആ കപ്പലിലുള്ള മുതലുകൾ മുഴുവൻ കൊള്ളയടിക്കപ്പെടും. കൊള്ളക്കാരുണ്ട് അപ്പുറത്ത്. അതെനിക്ക് വിവരമുണ്ട്. എനിക്ക് അള്ളാഹു വിവരം നൽകി. ആ വിവരമനുസരിച്ച് കൊള്ളക്കാര് പിടിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ, അവർക്ക് ആ മുതലുകൾ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മളെ പണം വാങ്ങാതെ കയറ്റിയ ആ കൂട്ടരെ സഹായിച്ചതാണ് ഞാനിത് എന്ന്. കൊള്ളാം. ആ രഹസ്യം മൂസാ നബിക്ക് അറിയില്ലോ. അപ്പൊ ഈ ഹക്കീക്കത്താണ്. ഹക്കീക്കത്ത് ഒന്ന്. രണ്ടാമത്തെ കാര്യം കുട്ടിൻ്റെത് പറഞ്ഞത്, ആ കുട്ടിന്റെ ബാപ്പി ഇമ്മി നല്ല മനുഷ്യന്മാരാണ്. ഈ കുട്ടിയാണെങ്കിലോ ഭാവിയിൽ നിരീശ്വരനായി നിർമ്മതനായി രംഗത്ത് വരും. നിർമ്മതനാകുന്ന ഈ കുട്ടിയുടെ ഭാഗത്തേക്ക് ആ ബാപ്പയും ഉമ്മയും ചായും. കുട്ടികളല്ലേ, ആ കുട്ടിനോടുള്ള സ്നേഹം അവരെ അതിലേക്ക് എത്തിക്കും. അങ്ങനെ ആ 2 സ്വാലിഹ്യങ്ങളായ മാതാപിതാക്കൾ ദുഷിക്കുന്നതിനും ഭേദം അവരുടെ ഈ പ്രായമെത്താത്ത കുട്ടി ആരാലെങ്കിലും കൊല്ലപ്പെട്ട് അവർക്ക് രക്ഷപ്പെടുകയും അതിന്റെ പേരിൽ ക്ഷമിച്ച കൂലിയും കൂടി കിട്ടുകയും ഈ കുട്ടിക്കാണെങ്കിൽ ആ മാതാപിതാക്കളുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റുന്ന വിധം തന്നെ നിരപരാധമായ നിലക്ക് കുട്ടി എന്ന നിലക്ക് കൊല്ലപ്പെട്ട വിധത്തിലുള്ള സ്ഥാനം കിട്ടാനും പറ്റുമല്ലോ. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് അള്ള പറഞ്ഞിട്ട് ചെയ്താണ്, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതല്ല എന്ന് മുമ്പ് പറഞ്ഞേ. അതേപോലെ ഈ മതിലിന്റെ ചുവട്ടിലുണ്ട് ഒരു നല്ല നിധി. 2 യതീമക്കളുടേതാണിത്. ആ യതീമക്കളുടെ നിധി ഇതിന്റെ അകത്ത് കിടക്കുന്നത് മതിലങ്ങനെ പൊളിഞ്ഞു പോയാൽ നാട്ടുകാർ കാണും, അവർ എടുത്തുകൊണ്ട് പോകും. ഈ യതീമക്കൾ വലുതാകാൻ വേണ്ടിയിട്ടാണ് അവരുടെ മാതാപിതാക്കൾ ജീവിച്ചിരുന്ന കാലത്ത് ഇത് ചെയ്തത്. അപ്പൊ ആ ചെയ്തിട്ടുള്ള നീതി സൂക്ഷിച്ചത് വെളിപ്പെടാതിരിക്കാനാണ് ഞാൻ ഈ മതിലാക്കിയത് എന്ന് പറഞ്ഞപ്പോ ഒമാ ഫഅൽതുഹു അൻ അംരി ദാലിക തഅ്വീലു മാ ലം തസ്തി അലൈഹി സബ്റാ, നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയാത്തതിന്റെ വിശദ വിവരവും അന്തർരഹസ്യവും ഇതാണ്. ഇതൊന്നും ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതല്ല, അള്ളാഹു എനിക്ക് കശ്ഫിലൂടെ വിവരം തന്നിട്ട് മനസ്സിലാക്കി, അല്ലെങ്കിൽ വഹയിലൂടെ വിവരം തന്ന് മനസ്സിലാക്കി ഞാൻ ചെയ്തതാണ്. അപ്പൊ മൂസാ നബിക്ക് ഒന്നും പറയല്ല. മൂസാ നബി ഖേദിച്ചു പോയി. അള്ളാന്റെ റസൂൽ ഈ സംഭവം വിവരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, മൂസാ നബിക്ക് കുറച്ചും കൂടി ക്ഷമിക്കാമായിരുന്നെങ്കിൽ കുറച്ചും കൂടി കഥ നമുക്ക് കിട്ടുമല്ലോ. ഈ 3 സംഭവം തന്നെ കിട്ടിയപ്പോ എന്തൊരു വെളിച്ചം. ഇങ്ങനെയുള്ള വെളിച്ചങ്ങൾ മനസ്സിലാക്കുന്നതിനാണ് ഹഖീഖത്ത് എന്ന് പറയാം. ആ ഹഖീഖത്തായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ മനസ്സിന് വെളിച്ചമുണ്ടായാൽ, ശുദ്ധ വെളിച്ചമുണ്ടായാൽ അള്ളാന്റെ കശ്ഫ് വരും, അള്ളാന്റെ ഇൽഹാമ് വരും. ഖിദ്ർ നബി തന്നെ ഒരു നബിയും കൂടിയായിരുന്നു, വഹി തന്നെ കിട്ടും. ഞമ്മക്കൊക്കെ ആണെങ്കിൽ ഇൽഹാമ് കിട്ടും, കശ്ഫ് കിട്ടും. ഔലിയാക്കളാണെങ്കിൽ അള്ളാഹു ആ വിധം നമ്മുടെ ഖൽബിനെ തെളിയിച്ചു തരുമാറാവട്ടെ. പൊതിക്കാലോ പ്രാർത്ഥിക്കാലോ. ആ കശ്ഫിന്റെ അടിസ്ഥാനത്തിൽ ശരീഅത്തിന്റെ അന്തർരഹസ്യങ്ങൾ, അള്ളാന്റെ തീരുമാനത്തിന്റെ അന്തർരഹസ്യങ്ങൾ, അള്ളാഹുവിന്റെ നടപ്പുകളുടെയും വ്യവസ്ഥയുടെയും അന്തർരഹസ്യങ്ങൾ മനസ്സിൽ തെളിഞ്ഞു വരുന്നതിനാണ് ഹഖീഖത്ത് എന്ന് പറയാം. അതിന് മനസ്സിനെ പാകമാക്കുന്ന വിധം മനസ്സിനെ സ്ഫുടം ചെയ്യാനും ശുദ്ധീകരിക്കാനുമുള്ള മുറകൾക്കും അതിനുവേണ്ടിയുള്ള പ്രയാണങ്ങൾക്കും അതിനുവേണ്ടിയുള്ള യാത്രകൾക്കും ഹൃദയം കൊണ്ട് താണ്ടി 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 ധാരാളം കാലം സഞ്ചരിക്കണം. ചിലപ്പം പെട്ടെന്ന് തന്നെ കിട്ടിയെന്ന് വരും. ആ തെളിച്ചം കിട്ടാനുള്ള പരിശ്രമത്തിനാണ് ത്വരീഖത്ത്, ഹഖീഖത്തിലേക്കുള്ള വഴി എന്നറിയാം. ഇതെല്ലാവർക്കും വേണ്ട ത്വരീഖത്തും ഹഖീഖത്തും. കാരണം മൂസാ നബിക്കില്ലാതെ മൂസാ നബി ജീവിക്കുന്നുണ്ടല്ലോ. ഈ ഹഖീഖത്ത് ഖിദ്ർ നബിക്ക് അറിഞ്ഞത്, ഖിദ്ർ നബിക്ക് അറിഞ്ഞ ഹഖീഖത്ത് അറിയാതെ മൂസാ നബി അലൈഹിസ്സലാം ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. മറ്റു പല ഹഖീഖത്തുകളും മൂസാ നബിക്ക് അറിയാം, അത് വേറെ കഥ. ശരീഅത്ത് പഠിപ്പിച്ചു കൊടുക്കണം. ഈ ശരീഅത്തിന്റെ നിയമത്തിന്റെ എല്ലാറ്റിന്റെയും അന്തർരഹസ്യങ്ങൾ അറിയണമെന്ന് മൂസാ നബിക്ക് പോലും ഇല്ലെങ്കിൽ പിന്നെ ഞമ്മക്കെന്താ അങ്ങനെ ഹഖീഖത്ത് അറിയാൻ? ആ ഹഖീഖത്തിലേക്ക് പോകുന്ന വിധം മനസ്സ് ശുദ്ധമാക്കൽ നമ്മുടെ ഫിഖ്ഹിന്റെ പറഞ്ഞിട്ടുണ്ട്. ശുദ്ധ മനസ്സ് അല്ലാഹു തആല വരദാനമായി നൽകാത്തവർക്ക് നിർബന്ധമാണ് അവരുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടി പണിയെടുക്കൽ. ഒന്നിരിക്കൽ കിതാബ് ഓതുക, അല്ലെങ്കിൽ വയല് കേൾക്കുക, അല്ലെങ്കിൽ ക്ലാസ് കേൾക്കുക, അല്ലെങ്കിൽ അതുപോലെ അറിവ് പഠിക്കുക, അല്ലെങ്കിൽ ഷെയ്ഖുമാരെ കണ്ട് അവരുടെ കീഴിൽ നിന്ന് കൊടുക്കുക. ഇങ്ങനെ ഏതെങ്കിലും മാർഗത്തിലൂടെ മനസ്സിന് കേടുണ്ടെങ്കിൽ ആ കേടുകൾ നീക്കാൻ വേണ്ടി പരിശ്രമിക്കൽ നിർബന്ധമാണ്. ശുദ്ധ മനസ്സ് നൽകാത്തവർക്ക്, ശുദ്ധ മനസ്സ് നൽകിയവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല.
എന്ന് നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബിൽ വളരെ വ്യക്തമായി വിവരിച്ചിട്ടുമുണ്ട്. ഇതാണ് ത്വരീഖത്ത് സംബന്ധിച്ചിട്ടുള്ള സത്യം. ഇതൊന്നും ഫിഖ് പറയാതെ പോയിട്ടില്ല, അതൊക്കെ ഫിഖ്ഹിലുണ്ട്. പക്ഷെ ചിലർക്ക് ചില നമ്പറുകളാണ്. അലൈക ബിനഫ്സിക എന്നുള്ളത് ഖുർആനിലുണ്ടല്ലോ. അലൈക ബിനഫ്സിക എന്നുള്ള വാക്കിലല്ലെങ്കിലും അലൈക്കും അൻഫുസക്കും ലാ യദുറുക്കും മൻ ളല്ല ഇദാ ഇഹ്തദൈതും എന്ന് ഖുർആനിലുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു അലൈക്കും അൻഫുസക്കും, വിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം നല്ലോണം ശ്രദ്ധിച്ചോ. ലാ യദുറുക്കും മൻ ളല്ല, വഴിപിഴച്ചു പോയവർ കൊണ്ട് നിങ്ങൾക്കൊരു ഉപദ്രവമല്ല. ഓലല്ലേ പിഴച്ചു വരെ നിങ്ങൾക്ക് എന്താ ചെയ്തം? മൻ ളല്ല ഇദാ ഇഹ്തദൈതും, നിങ്ങൾ നിങ്ങളുടെ കടപ്പാടുകളൊക്കെ നിർവഹിച്ചാൽ. നിങ്ങൾ നിങ്ങളുടെ കടപ്പാടുകളൊക്കെ നിർവഹിച്ച് ഹിദായത്തായവരാണെങ്കിൽ ആളുകൾ പിഴച്ചതിന് നിങ്ങൾക്കൊരു ഉത്തരവാദിത്വവും കുറ്റവും ഇല്ല. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരം നോക്കിക്കോ എന്നാണ് അലൈക്കും അൻഫുസക്കും എന്ന് ഖുർആൻ പറഞ്ഞതിന്റെ അർത്ഥം. അത് ഖുർആനിൽ തന്നെ ഉണ്ട്. ഇതിനാരും ത്വരീഖത്തുമാണെന്ന് പറയല്ലോ. കാരണം അലൈക്ക ബിനഫ്സിക എന്നല്ലല്ലോ, എല്ലാവരോടും പറഞ്ഞതാണ്. അപ്പൊ അലൈക്കും ബിനഫ്സിക്കും അലൈക്കും അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ മാത്രം കാര്യം ശ്രദ്ധിച്ചാൽ മതി. അത് തന്നെയാണ് അലൈക്ക ബിനഫ്സിക എന്നുള്ളത്. വളരെ പിൽക്കാലത്ത് നാശങ്ങൾ വ്യാപകമാകുമ്പോൾ സ്വന്തം നഫ്സിനെ രക്ഷപ്പെടുത്താനും അവനവന്റെ കാര്യം രക്ഷപ്പെടുത്താനും വേണ്ടി ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ മാറി നിൽക്കണം എന്ന ഒരു ഉസ്ലത്ത് എന്ന് പറയുന്ന ഒന്ന് ത്വരീഖത്തിലുണ്ട്. അത് ഈ ത്വരീഖത്ത് തന്നെ അറിയില്ലേക്കാരം ഈ പറയുന്ന പണ്ഡിതന്മാർക്ക്. ഒരു ഉസ്ലത്ത് എന്താണ്, ഹുമൂൽ എന്താണ്, ഖൽവത്ത് എന്താണ്, ഇതൊന്നും തിരിഞ്ഞോണമെന്നില്ല. അതൊക്കെ പഠിക്കാൻ നിൽക്കണ്ടേ. രാത്രിയിൽ കുറെ ബടായി കേൾക്കുക, അള്ളാന്റെ സിഫാത്ത് ദാത്തുകളെ പറ്റി കുറെ കേൾക്കാത്തത് കേട്ട് ആളുകളെ പേപ്പിച്ച, അള്ളാന്റെ സിഫാത്ത് ഇഖ്തിയാരിയാണോ അല്ലേ, അള്ളാന്റെ സിഫാത്ത് മയ്യത്ത് ദാത്തിയാണോ, മയ്യത്ത് അള്ളാന്റെ മയ്യത്ത് ദാത്തിയാണോ അല്ലേ, ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇവരുടെ ത്വരീഖത്ത്. അപ്പൊ അതിലേക്കൊന്നും പോകാതെ സൂഫിയന്മാർ പറയുന്ന ഉസ്ലത്ത്, അതായത് ജനങ്ങൾ പറ്റ നാശമാകുമ്പോൾ ഉൽ ഉസ്ലത്തുൽ ഔലാ ഇദാ ഫസദ സമൻ, കാലം ദുഷിച്ചാൽ നല്ല മനുഷ്യന്മാർക്ക് ഏറ്റവും നല്ലത് ജനസദസ്സുകളിൽ നിന്ന് വിട്ടു നിൽക്കലാണ്. അനിവാര്യമായ ജുമുഅക്കും ഫർളാകുമ്പോൾ അതുപോലുള്ള ബാധ്യതയുള്ള ജമാഅത്തുകൾക്കും ഒക്കെ പങ്കെടുക്കണമെങ്കിൽ പങ്കെടുക്കാമെന്നല്ലാതെ അല്ലാത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക എന്നതാണ് ഉസ്ല. ചിലപ്പോൾ ജമാഅത്തുകളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരികയാണെങ്കിൽ കാരണത്തിന് വേണ്ടി അങ്ങനെ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് മാറി നിൽക്കലാണ് കാലം പറ്റ ദുഷിച്ചാൽ നല്ലത് എന്ന് പറയുന്ന സൂഫിയന്മാർ പറയുന്ന ഒരു ഉസരത്തുണ്ട്. അതിന്റെ ഹദീസാണ് അലൈക ബിനഫ്സിക എന്ന ഹദീസ്. അപ്പൊ ആ ഹദീസ് വെച്ചുകൊണ്ട്, അതല്ലെങ്കിൽ സ്വന്തം കാര്യം നോക്കുക, മറ്റുള്ളവരുടെ കാര്യത്തിൽ വേവലാതി പൂണ്ടുകൊണ്ട് അവരെങ്ങനെന്താ ഇവലിങ്ങനെന്താ, നമ്മൾ നിസ്കരിച്ചാൽ പിന്നെ മറ്റോ നിസ്കരിച്ചാൽ നോക്കുക. 5 വക്തിന് ഒരാൾ പള്ളി വരുന്നുണ്ടെങ്കിൽ അങ്ങനെ പള്ളിയിൽ വരാത്തോലെ മുഴുവൻ വാച്ച് ചെയ്യുക, ഓലെ മുഴുവൻ കുറ്റം പറയാ, ഓലെ മുഴുവൻ ദൈവത്ത് പറയാ. ഇത് നടത്തണ്ട. നിങ്ങൾ നന്നായാൽ മറ്റുള്ളവർ കേടുന്നീ നിങ്ങൾക്കൊന്നുമില്ല എന്ന് പറയലാണ് അലൈക്കും അൻഫുസക്കും ലാ യദുറുക്കും മൻ ളല്ല ഇദാ ഇഹ്തദൈതും എന്ന ഖുർആൻ വാക്യത്തിന്റെ സാരം. അതുതന്നെയാണ് അലൈക ബിനഫ്സിക എന്ന് പറയുന്നത്. ഒരർത്ഥത്തിൽ സ്വന്തം നഫ്സിനെ ഉസ്ലത്ത് കൊണ്ട് സംരക്ഷിക്കുകയും മറ്റുള്ളതിലേക്കൊന്നും പ്രവേശിക്കാതെ സദസ്സുകളിൽ നിന്ന് വെടിഞ്ഞു നിൽക്കുകയും വേണമെങ്കിൽ മനസ്സാ വെടിഞ്ഞു നിൽക്കണം എന്ന അർത്ഥത്തിലുമാകാം. എന്നല്ലാതെ എല്ലാവർക്കും ത്വരീഖത്തും വേണം, അതില്ലാത്തവരൊക്കെ നശിച്ചു പോകുമെന്ന് പറഞ്ഞാൽ ത്വരീഖത്തും തേടി നടക്കണമെന്നും ചിലപ്പോൾ നശിച്ചു പോകും. അപ്പോൾ രണ്ടു കൂട്ടരും നശിച്ചു പോകാനായിട്ടുണ്ട്. അള്ളാഹു അതിൽ നിന്ന് അവരെ നമ്മളും കാത്തു രക്ഷിക്കുമാറാവട്ടെ. ശരിയെ തന്നെ പഠിച്ചിട്ട് അമല് ചെയ്താൽ രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖുർആനും പറയുന്നത്. ആ ഖുർആനുമായിട്ടും ഹദീസുമായിട്ടും മനസ്സിലാക്കി പഠിച്ചു നടക്കുക നമ്മൾ. പക്ഷെ അതിൻ്റെ കൂടെ അതിൻ്റെ അന്തർരഹസ്യങ്ങൾ തിരിയുന്നത് വളരെ വലിയ ബഹുമതിയാണ്. അവിടേക്ക് എത്താൻ കഴിയുമെങ്കിൽ അതിനുള്ള മാർഗങ്ങളും ത്വരീഖത്തും സ്വീകരിക്കാൻ പറ്റുന്ന ശൈഖുമാരെ കിട്ടിയാൽ അത് ഏറ്റവും പുണ്യവുമാണ്, കടമയുമാണ്. അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതുമാണ്. പക്ഷേ കേൾക്കുന്ന ശൈഖുമാരൊക്കെ പിന്നാലെ പോകാൻ ഹദീസ് ഓതി നടന്നാൽ അതിന് മുസ്ലിമീങ്ങളെ വിട്ടുകൊടുക്കാൻ ഇവിടുത്തെ ജംഇയ്യത്തുൽ ഉലമാകളൊന്നും തയ്യാറല്ല എന്ന് മാത്രം ഇവരൊക്കെ ധരിച്ചാൽ മതി.